ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത തിയേറ്ററുകളിൽ ഇപ്പോൾ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്ന എമ്പുരാൻ എന്ന സിനിമയുടെ നേരത്തെ സർപ്രൈസ് ആക്കി വെച്ചിരുന്ന കാമിയ റോൾസ് എല്ലാം തന്നെ ഇപ്പോഴത്തെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഡ്രാഗൺ ചിഹ്നമായിരുന്നല്ലോ വലിയ ചർച്ചയായിട്ട് മാറിയത്. ഇപ്പോഴത്തെ ഡ്രാഗൺ ചിഹ്നം പതിച്ച ആളുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തു വന്നിരിക്കുകയാണ്. ഷെൻലോങ് ഷെൻ എന്നാണ് റിക്യൂൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര്. എമ്പുരാനിൽ വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അടുത്ത ഭാഗത്തിൽ ഒരു മുഴുനീള റോൾ തന്നെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ എമ്പുരാനിൽ വളരെ കുറച്ച് സെക്കൻഡുകൾ ടൈലൻഡ് സീൻസിൽ വന്നു പോകുന്ന കഥാപാത്രത്തെയാണല്ലോ പ്രണവ് മോഹൻലാൽ അവതരിപ്പിച്ചത്. സ്റ്റീഫൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രണവിന്റെയും ക്യാരക്ടർ പോസ്റ്റർ കഴിഞ്ഞ ദിവസം റിലീസായിരുന്നു. ഇനി അടുത്ത ദിവസം റാവുത്തർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ആന്റണിയുടെയും ഒപ്പം തന്നെ ആന്റണിയുടെ മകന്റെ പോസ്റ്റർ എല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. കാത്തിരിക്കൂ അടുത്ത എമ്പുരാൻ വാർത്തകൾക്ക്. എമ്പുരാൻ എന്ന സിനിമ വലിയ വിജയമാകുകയാണെങ്കിൽ, വലിയ കളക്ഷൻ ബോക്സ് ഓഫീസിലെല്ലാം തന്നെ നേടിയെടുക്കുകയാണെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ലാലേട്ടൻ സിനിമകൾ പുഷ്പം പോലെ ഓണാകുമെന്ന് റിലീസിന് മുന്നേ തന്നെ റൂമേഴ്സ് ഉണ്ടായിരുന്നതാണ്. ഇപ്പോഴത്തെ ലാലേട്ടന്റെ നേരത്തെ തന്നെ കൺഫേം ആയതാണെങ്കിൽ പോലും ഒന്നല്പം ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന ലാലേട്ടനെ നായകനാക്കി അമൽ നീരദ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ വന്നു തുടങ്ങിയിരിക്കുകയാണ്. അത് പ്രകാരം ലാലേട്ടനോടൊപ്പം വളരെ പ്രധാനപ്പെട്ട റോളിൽ ഫഹദ് കൂടി സിനിമയിൽ അഭിനയിക്കുന്നു. ലാലേട്ടന്റെ ഡേറ്റ് എല്ലാം തന്നെ ഓക്കെ ആയെങ്കിലും ഫഹദിന്റെ ഡേറ്റുകൾ തമ്മിൽ ചില പ്രശ്നങ്ങൾ നടന്നിരുന്നു. ഇപ്പോഴത്തെ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു ഈ സിനിമ എത്രയും വേഗം ഓൺ ചെയ്യാൻ എന്നൊരു റിപ്പോർട്ടാണ് അവസാനമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അമൽ നീരദ് ലാലേട്ടൻ കോംബോയിൽ ഒരുങ്ങുന്ന സിനിമ ഉടനെ തന്നെ നമുക്ക് കാണാം. ഷൂട്ടിംഗ് അപ്ഡേറ്റ് എല്ലാം തന്നെ ഉടനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വർഷം മധ്യത്തോടെ ഷൂട്ടിംഗ് ആണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ലാലേട്ടൻ അമൽ നീരദ് പ്രൊജക്ട് പോലെ തന്നെ ജിത്തു മാധവൻ സിനിമ ഒപ്പം തന്നെ റാം എല്ലാം തന്നെ നിലവിൽ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ എമ്പുരാൻ എന്ന സിനിമയുടെ വലിയ വിജയം കണ്ട് ബോക്സ് ഓഫീസ് കളക്ഷൻ കണ്ട് ഉടനെ ഓൺ ചെയ്യുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ലാലേട്ടന്റെ ഇപ്പോൾ ഷൂട്ട് നടക്കുന്ന സിനിമകൾ, ചർച്ചകൾ നടക്കുന്ന സിനിമകൾ ഒപ്പം തന്നെ പ്രഖ്യാപിക്കാനിരിക്കുന്ന സിനിമകളെല്ലാം തന്നെ എമ്പുരാന്റെ വലിയ കളക്ഷൻ കണ്ട് ഇതിനോടൊപ്പം തന്നെ വലിയ ഊർജ്ജം നേടിയെടുത്തിരിക്കുന്നു. കാത്തിരിക്കൂ അടുത്ത ലാലേട്ടൻ സിനിമകളുടെ വാർത്തകൾക്ക്.